ഇന്നൊരു തട്ടുകട റെസിപ്പി പരിചയപ്പെട്ടാലോ? ഞങ്ങൾ കോഴിക്കോട് നിന്ന് വരുന്ന വഴിക്ക് ഒരു തട്ടുകട കയറിപ്പം കണ്ടതാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്തു. ആദ്യം തന്നെ റെസിപ്പിയുടെ പേരങ്ങ് പറഞ്ഞേക്കാല്ലേ, ഇതാണ് മുട്ട ഗ്രീൻ പീസ് അല്ലെങ്കിൽ ഗ്രീൻ പീസ് മുട്ട എന്ന് വേണമെങ്കിൽ തിരിച്ചാണെങ്കിൽ വിളിച്ചോളൂ. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഗ്രീൻ പീസ് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കും. ഈ റെസിപ്പി അത്ര ചില്ലറക്കാരനൊന്നുമല്ല കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ഫുഡാക്കി മാറ്റാമല്ലോ. ഞാനിപ്പോൾ ഏട്ടൻ 2 ദിവസമായിട്ട് ഇതാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഏട്ടന് ഇഷ്ടമാണ്, ചോറ് വേണ്ടാലോ, ചോറ് കഴിക്കണ്ടെന്നുള്ളവർ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുക്കാം, ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് കാണിച്ചിരുന്നു. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറീസ് എല്ലാം എടുക്കാം കേട്ടോ. ഞാനിവിടെ സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ക്യാരറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതിൻ്റെ കയ്യിൽ ക്യാരറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനൊന്നും എടുക്കാൻ. അപ്പം ഞാൻ സവാള എടുത്തിട്ട് ആ കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഗ്രീൻ പീസ് ഒക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് വെള്ളം ഊറ്റാൻ വേണ്ടി വെച്ചേക്കാം. ആ സമയത്ത് നമുക്ക് ഒരു ചീഞ്ചട്ടി എടുത്ത് കൊടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കും സവാള അങ്ങോട്ട് തട്ടിക്കൊടുക്കുക കേട്ടോ. പച്ചക്കറി എന്താണെന്ന് വേണ്ടത് അതൊക്കെ ഈ സമയത്ത് തട്ടിക്കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ആ സവാള ഒന്ന് വഴണ്ട് വരണം. ആ സമയത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല കേട്ടോ. ചിക്കൻ മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും മസാലകളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇനി 2 മുട്ടയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ എടുക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് നല്ലപോലെ ഒന്ന് ചിക്കി എടുക്കണം. നമ്മുടെ മുട്ട ഈ പരുവാവുന്നിടം വരെ ഒന്ന് നല്ലപോലെ ഒന്ന് ചിക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ആ ഗ്രീൻ പീസ് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഗ്രീൻ പീസോട് ചേർത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ ഇതുപോലെ മുട്ടയൊന്നും അടുക്കി പിടിക്കില്ല. പക്ഷേ നമ്മുടെ ഈ ഗ്രീൻ പീസ് ഒന്ന് ചേർത്ത് കഴിയുമ്പോഴത്തേനും അടുക്കി പിടിച്ചെല്ലാം കയറിക്കോളൂ കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. പിന്നെ അത് കണ്ടില്ലേ, ഇതിനകത്തൊന്നും അടുക്കി പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് പരുവല്ലെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എനിക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓവറാണ്ട്, കാരണം ചോറിന് പകരം കഴിക്കുന്ന ഇതും ചോറൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഹെവിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രം മതിയല്ലോ. അപ്പോൾ ഓവർ ഉപ്പായി പോയാൽ കഴിഞ്ഞാൽ പണിയാണ്. അതപ്പം കുറച്ച് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ഇതാണ്ടില്ലേ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പറാണ് കേട്ടോ. ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.